ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലെന്തി വീഡിയോ ആയിട്ട് വരുന്നത്. ഷാലു, മനു, നൈനക്കുട്ടനും തനക്കുട്ടനും എല്ലാവരും ഉണ്ട്. നമ്മളാണെങ്കിൽ ദുബായ് ഫ്രെയിം കാണാൻ പോവുകയാണ് കേട്ടോ. ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു. സോ നമ്മളെല്ലാവരും കൂടെ ദുബായ് ഫ്രെയിം കാണാൻ പോവുകയാണ്. ഒരു വൈകിട്ടൊരു 4 മണി സമയമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കുറേ ടൂറിസ്റ്റുകാരുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു വെയിലും അതേപോലെ അത്യാവശ്യം നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഷാലു, മനു ഇതുവരെ ദുബായ് ഫ്രെയിമിൽ വന്നിട്ടില്ല. ഞാനൊരു 4ാമത്തെ തവണയാണ് ഇപ്പോൾ ദുബായ് ഫ്രെയിം കാണാനായിട്ട് വരുന്നത്. നമ്മൾ ഓൺലൈൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാരണം നമുക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല ടിക്കറ്റ് എടുക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ദുബായ് ഫ്രെയിമിൻ്റെ മറ്റേ വ്യൂ ഒക്കെ കിട്ടുന്ന വിധം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. തനക്കുട്ടനും നൈനക്കുട്ടനും ആണെങ്കിൽ കുറേ പോസുകളൊക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ പുതിയ പോസിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഒരു കാല് പൊക്കി രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടൊക്കെ തിരിഞ്ഞ് എവിടെ നിന്ന് പഠിച്ചാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്തായാലും നല്ല രസമായിട്ട് രണ്ടുപേരുടെ പോസ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ എൻട്രി ഗേറ്റിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളുടെ റൈറ്റ് സൈഡിലായിട്ട് വാഷ്റൂം ഫെസിലിറ്റീസും അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഈ ഒരു വെയിൽ കൂടെ നമ്മളൊരു 2-3 മിനിറ്റ്സ് നടക്കുമ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ തൊട്ട് താഴെയായിട്ട് എത്തും. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവരുടെ പുറകിൽ ഇങ്ങനെ പതുക്കെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് ഷാലു ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ഞാൻ പുറകിൽ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാലും അവർ തനക്കുട്ടനും നൈനക്കുട്ടനും ഒക്കെ എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കണ്ട് അവരിങ്ങനെ പതുക്കെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ദുബായിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം നമ്മളുടെ ദുബായ് ഫ്രെയിം. ഒട്ടുമിക്ക ആൾക്കാരും വിസിറ്റ് ചെയ്തൊരു പ്ലേസും കൂടിയായിരിക്കും. ദുബായ് ഫ്രെയിമിനാണ് ഏകദേശം ഒരു 150 മീറ്റർ ടോളും അതേപോലെ 93 മീറ്റർ വിഡ്ത്തിലുമാണ് ഇത് നമ്മൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഗോൾഡൻ എക്സ്റ്റീരിയർ ഡിസൈനാണ്. കൂടുതലായിട്ടും നമ്മളുടെ ടൂറിസ്റ്റുകാരെയും അതേപോലെ നമ്മളുടെ അവിടുത്തെ റെസിഡൻസിനെല്ലാം കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് കേട്ടോ. ദുബായ് ഫ്രെയിം സിറ്റുവേറ്റ് ചെയ്യുന്നത് ജബീൽ പാർക്കിലാണ്. ഇതേപോലെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത കാരണം നമുക്ക് നമ്മളുടെ മൊബൈലിൽ ടിക്കറ്റ് ജസ്റ്റ് കാണിച്ചു കൊടുക്കും, അവർ സ്കാൻ ചെയ്യും, പിന്നെ നമ്മളുടെ എൻട്രി അവർ അലൗ ചെയ്യും. ഇതാണ് നമ്മൾ ദുബായ് ഫ്രെയിമിലോട്ട് കയറുമ്പം നമ്മളുടെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞ് ചെറിയൊരു സ്വിമ്മിംഗ് പൂളും അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. തനക്കൂടൻ ജസ്റ്റ് തിരിഞ്ഞ് നോക്കൂ ഞാൻ പുറകിൽ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ മെയിൻ കാഴ്ചകളിലോട്ട് കിടക്കാം. ദുബായ് ഫ്രെയിം ശരിക്കും എന്താ അവിടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുബായിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പഴയ ഒരു സ്മോൾ ഫിഷിംഗ് വില്ലേജിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഒരു ഗ്ലോബൽ മെട്രോപോളിസായിട്ട് എങ്ങനെ ദുബായ് ഡെവലപ്പ് ചെയ്തു അതിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഫ്യൂച്ചർ ദുബായ് എങ്ങനെ ഇരിക്കും അതിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ദുബായ് ഫ്രെയിമിൽ കാണാനായിട്ട് കഴിയുക.
നമ്മൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് വഴി നമ്മൾ ഏറ്റവും മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. ഓരോ ഫ്ലോർ ഇങ്ങനെ കഴിയും തോറും നല്ല ഭംഗിയാണ്. കാരണം നമ്മൾ ആ ലിഫ്റ്റിൽ നിന്നും താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. നമുക്ക് ദുബായിയുടെ ഓൾമോസ്റ്റ് ഏറെക്കുറെ ഫുൾ കാഴ്ചകൾ നമുക്ക് ആ ഒരു ലിഫ്റ്റിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ലിഫ്റ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് മനോഹരമായ ഈ ഒരു കാഴ്ചയിലോട്ടാണ്. ദുബായ് ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ദുബായിയുടെ 2 ഫേസുകളാണ് കാണാൻ സാധിക്കുക. ഒന്ന് ഓൾഡ് ദുബായും ഒന്ന് ന്യൂ ദുബായും. ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ദേറ, ബർ ദുബായ്, ക്രീക്ക് ആ ഒരു ഏരിയയാണ് കാണാനായിട്ട് സാധിക്കുക. എന്നാൽ മറ്റ് സൈഡിൽ നോക്കുമ്പം മോഡേൺ ദുബായ്, അതായത് ന്യൂ ദുബായ് ആണ്. അത് നമ്മുടെ പ്രത്യേകിച്ച് പുതിയ മോഡേൺ ലാൻഡ്മാർക്സ് ആയ ബുർജ് ഖലീഫ, എമിറേറ്റ്സ് ടവേഴ്സ്, ഷെയ്ഖ് സായദ് റോഡ്, ഇതെല്ലാം നമുക്ക് മറ്റേ സൈഡിൽ നിന്നും നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ബുർജ് ഖലീഫയൊക്കെ നല്ല ശോഭിച്ച് നിൽക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏറ്റവും ഇത്രയും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ദുബായ് ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇത് സെൻസറാണ്. നമ്മൾ അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും ഇതിൻ്റെ ലൈറ്റ് കത്തും. സോ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ നടക്കാനൊക്കെ സാധിക്കും. അത്യാവശ്യം നല്ല കട്ട്, എത്രയാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ തിക്നെസ് ഈ ഗ്ലാസിൻ്റെ. സോ നമുക്കിതിൽ കൂടെ നടക്കാം. നമുക്ക് താഴെയുള്ള വ്യൂസൊക്കെ കാണാം. സോ ആൾക്കാർ നടക്കുന്നതും വണ്ടികൾ പോകുന്നതും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇപ്രാവശ്യം എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ നടക്കാനായിട്ട് എന്തോ ചെറിയൊരു ഭയം തോന്നി. സോ മുൻപൊക്കെ വന്നപ്പോഴൊന്നും എനിക്ക് ആ ഒരു ഭയം തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്കൊരു ഹൈറ്റിനെ പേടിയുള്ളതുപോലെ തോന്നി. പക്ഷെ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഒരു 2-3 മിനിറ്റ്സ് ഞാൻ ജസ്റ്റ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ പോസൊക്കെ ചെയ്ത് തനിക്കുട്ടനും നയനക്കുട്ടനും ഒക്കെ കെട്ടിപ്പിടിച്ചും രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. രണ്ടും കൂടെ അടിയാണ് കേട്ടോ. അത് കറക്കാനായിട്ട് അവക്കും 2 പേർക്കും കറക്കണം. തനിക്കുട്ടനും കറക്കണം, നയനക്കുട്ടനും കറക്കണം. സോ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി. ഒരാൾ പിണങ്ങി, ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ വന്ന് കറക്കും, പിന്നെ അടുത്ത ആൾ വന്ന് പിന്നെയും തട്ടിപ്പറിക്കും. അങ്ങനെ കുറച്ച് നേരം അടിയൊക്കെ ഉണ്ടാക്കി 2 പേരും കൂടെ അവിടെ നിന്ന് പിണങ്ങിയൊക്കെ മാറി നിന്നു. പിന്നെ ഈ ഒരു ഏരിയ കാണിക്കുന്ന ഫുള്ള് ദുബായിയുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയിട്ടുള്ള, കാരണം എല്ലാ പുതിയ ടെക്നോളജീസ്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡ്, അതേപോലെ തന്നെ എല്ലാ ഇൻഡസ്ട്രീസിലും ഉള്ള എല്ലാ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സിനെയും പറ്റി കാണിക്കുന്നതാണ് ഈ ഒരു ഏരിയ.
പിന്നെ നമ്മളിവിടെ വരുന്നവരുടെ എല്ലാവരുടെയും ഒരു ഫോട്ടോസ് എടുക്കാറുണ്ട്, അവർ ഗ്രൂപ്പ് ഫോട്ടോസ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഫ്രെയിം ചെയ്ത് നമുക്ക് വാങ്ങിക്കാനായിട്ടും സാധിക്കും. പിന്നെ താഴെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലാണ് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മളെടുത്ത ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളെടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. സോ നമ്മൾ അവിടുന്ന് ഫ്രെയിം ചെയ്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. സോ ഒരു അൺബോക്സ് ചെയ്യാണ്. വാവ്, സൂപ്പറായിട്ടുണ്ടല്ലേ. സോ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ നമ്മൾ. സോ നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുകയാണ്. സോ നയനക്കുട്ടൻ തിരിഞ്ഞ് നോക്കുകയാണ് ഞാൻ വരുന്നില്ലയോ എന്ന്. പിന്നെ നമ്മളിവിടെ നിന്ന് പുറത്തു നിന്ന് കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഏകദേശം ഒരു വൈകിട്ടൊരു 6:45 നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ദുബായ് ഫ്രെയിമിൽ നിന്ന് തക്കോലം റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു വന്നത്. മനുവിന് ഇവിടെ വന്ന് ഏതോ ഒരു ഫുഡ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. സോ നമ്മൾ അതുകൊണ്ട് ഇവിടെ വന്നു. പിന്നെ ആണെങ്കിൽ നമ്മളുടെ ഈ വോളിൽ ഫുള്ളാണെങ്കിൽ നമ്മളുടെ ട്രിവാൻഡ്രം തൊട്ടങ്ങ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് വരെയുള്ള എല്ലാ ജില്ലകളും അതേപോലെ ഓരോ ജില്ലകളുടെയും പ്രത്യേകതകൾ ആ ഒരു വോളിൽ നല്ല മനോഹരമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. സോ മനു ഇവിടെ വന്ന് ഓർഡർ ചെയ്തത് കലക്കി പൊറോട്ട. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഞാൻ കാണിച്ചു തരാം. ശരിക്കും നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അധികം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഭയങ്കര ഓയിലിയാണ് കേട്ടോ. ഭയങ്കര ഓയിലി എന്ന് പറയുമ്പോൾ നമുക്ക് മന്ദത പിടിക്കുന്ന ഒരു, കാരണം പെട്ടെന്ന് മടുപ്പ് തോന്നും, ആ ഒരു ടൈപ്പായിരുന്നു. ഭയങ്കര ക്രിസ്പി ആയിരുന്നു. സോ ഇതിനകത്ത് മട്ടനാണ് അവർ മിക്സ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല. ഞാനും ശാലും കൂടെ ഒരു ഹാഫ് കഴിച്ചു. ഞങ്ങൾ വേറെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു, കാരണം അത് ഭയങ്കര മടുപ്പായിട്ട് തോന്നും. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.